ഭക്തവത്സലനായ ഭഗവാന്റെ ഭക്തോത്തമനായ ഉദ്ധവൻ ഭഗവാന്റെ സന്ദേശവുമായിട്ട് ആ ഗോകുലത്തിലെത്തി പരീക്ഷിത്തെ എന്ന് ശ്രീ ശുകബ്രഹ്മർഷി പറയണു. യഥാർത്ഥ ഭക്തി എന്താണ് എന്ന് ഉദ്ധവന് മനസ്സിലാക്കി കൊടുക്കുന്നതിനും അതേസമയം തന്നെ ഗോപികമാരുടെ മനസ്സിലുള്ള കനലായിട്ട് കിടക്കുന്ന ശ്രീകൃഷ്ണ ഭക്തിയെ ആളിക്കത്തിച്ച് കൂടുതൽ ഉജ്ജ്വലമാക്കാനും കൂടിയാണ് ഉദ്ധവനെ ഗോപസ്ത്രീകളുടെ അടുത്തേക്കും അതുപോലെ നന്ദഗോപരുടെ അടുത്തേക്കും പറഞ്ഞയച്ചത് എന്ന് ആചാര്യന്മാർ അനുസ്മരിക്കണം. ഭഗവാന്റെ സന്തത സഹചാരിയായിരിക്കുന്ന ആ ഉദ്ധവനെ കണ്ട് ഭഗവാനെ പോലെ തന്നെ വേഷം ധരിച്ചിരിക്കുന്ന ആ ഭക്തോത്തമനെ കണ്ട് ഗോപികമാർ അടുത്തു വന്നു. ഉദ്ധവൻ ചെന്നതിൻ്റെ പിറ്റേ ദിവസം പ്രഭാതത്തിലാണ് ഉദ്ധവൻ വന്നതായിട്ട് അറിഞ്ഞത്. പ്രഭാതകൃത്യങ്ങൾ സന്ധ്യാവന്ദനങ്ങളെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഉദ്ധവന് ചുറ്റും കൂടി ആ ഗോപികമാർ വിനയാന്വിതരായിട്ട് ഉദ്ധവനെ വണങ്ങിക്കൊണ്ട് ഭഗവാന്റെ വർത്തമാനങ്ങൾ ചോദിക്കണു. അങ്ങ് ഭഗവാന്റെ ആശ്രിതനാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളായ ദേവകി വസുദേവന്മാരുടെ ഇംഗിതം നിറവേറ്റാനായിട്ട് നിയോഗിക്കപ്പെട്ടതാണ് എന്നാണ് ഞങ്ങൾ കരുതണത്. തൻ്റെ മാതാപിതാക്കളായ നന്ദഗോപരെയും യശോദമ്മയെയും സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാവണം അങ്ങവിടെ വന്നത്. അല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിനുണ്ടാവില്ല. കൃഷ്ണന് ഈ ഗോകുലത്തിൽ അതല്ലാതെ വേറൊന്നും ചിന്തിക്കാനായിട്ടുണ്ട് എന്ന് ഞങ്ങൾ കരുതണില്ല. ഞങ്ങളിപ്പോൾ വന്ന് അങ്ങയോട് ഭഗവാനോടുള്ള ആ കൃഷ്ണനോടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണനോടുള്ള സ്നേഹാധിക്യം കൊണ്ട് കാര്യങ്ങൾ ചോദിക്കണു എന്നേ ഉള്ളൂ. ഞങ്ങളെ കാണണമെന്നോ ഞങ്ങളെ ആശ്വസിപ്പിക്കണമെന്നോ വിരഹദുഃഖത്തിൽ വെന്തുരുകുന്ന ഞങ്ങളെ സാന്ത്വനിപ്പിക്കണമെന്നോ ആ കണ്ണൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അത് ഞങ്ങൾ പ്രതീക്ഷിക്കണില്ല. സ്വന്തം മാതാപിതാക്കളെ സമാശ്വസിപ്പിക്കാനായിട്ട് നന്ദഗോപരെയും യശോദമ്മയെയും ആശ്വസിപ്പിക്കാനായിട്ട് കണ്ണൻ പറഞ്ഞയച്ചതാണ് എന്നാണ് ഞങ്ങൾ കരുതണത്. കാരണം അവരല്ലാണ്ട് ഈ വൃന്ദാവനത്തിൽ കണ്ണന് പ്രിയപ്പെട്ടവരായിട്ട് ആരാ ഉള്ളത്? മാതാപിതാക്കളുമായിട്ടും കുടുംബബന്ധുക്കളുമായിട്ടുള്ള സ്നേഹപാശം മനനശീലരായിരിക്കുന്ന സർവസംഘപരിത്യാഗികളായ മഹർഷിവര്യന്മാർക്ക് പോലും ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതാണ്. സർവതീർത്ഥമയീ മാതാ സർവദേവമയോ പിതാ മാതരം പിതരം തസ്മാൽ സർവയജ്ഞേന പൂജയേൽ എന്ന രീതിയിൽ ആ മാതാപിതാക്കളെ മനസ്സുകൊണ്ട് നമസ്കരിക്കാനും തൻ്റെ സന്ദേശം ആ മാതാപിതാക്കളോട് പറഞ്ഞ് അവരെ സാന്ത്വനിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങയെ പറഞ്ഞു വിട്ടത് എന്നാണ് ഞങ്ങൾ കരുതണത്. അല്ലാതെ ഞങ്ങളെ കൊണ്ട് അവനെന്ത് കാര്യം? ഞങ്ങളെ കാണാനോ ഞങ്ങളെ സമാശ്വസിപ്പിക്കാനോ കണ്ണൻ അങ്ങയെ പറഞ്ഞു വിട്ടതാണ് എന്ന് കരുതണില്ല. കാരണം അവനിനി ഞങ്ങളെ കൊണ്ട് എന്ത് കാര്യം? കാര്യം കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനെയും കാണില്ല. ആവശ്യത്തിന് മാത്രമേ എല്ലാവർക്കും ബന്ധവും അതുപോലെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടാവുള്ളൂ. കാര്യം കാണുന്നിടത്തോളം മാത്രം. പുരുഷന്മാർക്ക് സ്ത്രീകളോടുള്ള അടുപ്പവും വണ്ടുകൾക്ക് പൂക്കളോടുള്ള സംഗമവും സ്വന്തം കാര്യം നേടാൻ വേണ്ടി മാത്രം. പൂക്കളിൽ നിന്ന് തേൻ നുകരാൻ വണ്ട് അനേകം പൂക്കളിൽ സഞ്ചരിക്കുന്നത് പോലെ കണ്ണൻ ഞങ്ങളാകുന്ന അനേകം ഗോപികമാരുടെ അടുത്ത് ശൃംഗാരചേഷ്ടകളും സ്നേഹവാത്സല്യങ്ങളും ഉള്ളതായിട്ട് അഭിനയിച്ചു കാണിച്ചു. ഞങ്ങളതിൽ വിശ്വസിച്ചു പോയി. അപ്പോൾ കാര്യം കാണുന്നിടത്തോളം വരെയുള്ളൂ എല്ലാവർക്കും സ്നേഹം എന്ന് ഗോപികമാർ ഭഗവാനോടുള്ള തീവ്ര ഭക്തി കൊണ്ട് പറയണു. ഭഗവാനോടുള്ള ആ പ്രേമ ഭക്തി കൊണ്ടും ഭഗവാനെ കാണാത്തത് കൊണ്ടുള്ള ആ തീവ്രമായ വിരഹദുഃഖം കൊണ്ടും അവരാദ്യം പറയുന്നത് ബാഹ്യമായിട്ടുള്ള കൃത്രിമമായിട്ടുള്ള കപടമായിട്ടുള്ള കോപമായിട്ടാണ്. ഇത് ലോകനീതിയാണ് എന്ന് ആചാര്യന്മാർ അനുസ്മരിക്കണം. നമ്മൾ ആരോടെങ്കിലും അത്ര മൈത്രിബന്ധമുള്ളവരാണെങ്കിൽ വളരെ കാലമായിട്ട് കാണാതിരിക്കുകയോ ബന്ധപ്പെടുകയോ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യം അവരോട് കൃത്രിമമായിട്ട്
കോപം പ്രകടിപ്പിക്കുക ചെയ്യുക. അതെ, വലിയ കാര്യമൊന്നും പറയണ്ട, ഇത്ര കാലമായിട്ടും തിരിഞ്ഞൊന്നും നോക്കിയില്ലല്ലോ. അത് അവരോടുള്ള വിദ്വേഷം കൊണ്ടല്ല, സ്നേഹാധിക്യം കൊണ്ടാണ്. ഇതുപോലെ ഈ ഗോപികമാര് ഭഗവാനോടുള്ള സാത്തു അസ്മിൻ പരമപ്രേമരൂപ എന്ന് നാരദഭക്തി സൂത്രത്തിൽ പറയുന്നതായ ഭക്തിയുടെ പരമപ്രേമത്തിന്റെ മകുടോദാഹരണങ്ങളായ ഗോപികമാര് ഭഗവാനോടുള്ള പ്രേമഭക്തി പ്രകടിപ്പിക്കുന്നത് കൃത്രിമമായിട്ടുള്ള കോപത്തിൽ കൂടെയാണ് എന്ന് മാത്രം. കാര്യം കഴിഞ്ഞാൽ കറിവേപ്പിലയായി എന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ പഴഞ്ചൊല്ല് പറയണത് പോലെ ഇവിടെ ഗോപികമാര് അനേകം ഉദാഹരണങ്ങൾ പറയണു. കൊള്ളരുതാത്ത രാജാവിനെ പ്രജകള് ഇഷ്ടപ്പെടില്ല. കയ്യിൽ പണമില്ലാത്ത ഒരു ദരിദ്രനെ വേശ്യകള് തിരിഞ്ഞു നോക്കുക പോലുമില്ല. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് ആചാര്യന് ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഗുരുവിനെ ശിഷ്യന്മാര് തിരിഞ്ഞു നോക്കുക പോലുമില്ല, അവനവൻ്റെ പാട്ടിന് പോവും. പിന്നെ യജ്ഞപുരോഹിതന്മാര് ദക്ഷിണ കിട്ടിക്കഴിഞ്ഞാൽ ആ ദക്ഷിണ നൽകിയ യജമാനനെ സ്മരിക്കുക പോലുമില്ല, അവരുടെ കാര്യമായി. പഴം തീർന്ന വൃക്ഷത്തിനെ പക്ഷികൾ സമീപിക്കില്ല. ഇനി ആ വൃക്ഷത്തിൽ കൂടുകൂട്ടിട്ട് എന്താ കാര്യം? പഴങ്ങളെല്ലാം തീർന്നു. ഭക്ഷണം കഴിഞ്ഞാൽ അതിഥി ആ ഗൃഹനാഥനെ വിട്ട് ഗൃഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഇനി അവിടെ അധികം നേരം ഇരുന്നിട്ട് എന്താ കാര്യം? വെന്ത് കരിഞ്ഞ കാടിനെ മൃഗങ്ങൾ ഉപേക്ഷിക്കും. കാരണം ആ കാട്ടിൽ നിന്നിട്ട് കാര്യമില്ല, ഒരു ഇളം പുല്ല് പോലും കിട്ടാനില്ല. പിന്നെ ആ വനത്തിൽ നിന്നിട്ട് എന്ത് വേണം? പിന്നെ ഒരുവള് സ്വഭർത്താവല്ലാത്ത ഒരു പരപുരുഷനെ സ്നേഹിച്ചാൽ ആ പരപുരുഷൻ അവളെ അനുഭവിച്ച് അയാളുടെ പാട്ടിന് പോവും. ഇങ്ങനെ അനേകം ഉദാഹരണങ്ങൾ ആ ഗോപികമാര് പറയണത് കാര്യം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വേണ്ടാതായി. ഇവിടെ ദേവകീ വസുദേവന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് കണ്ണൻ അങ്ങയെ പറഞ്ഞയച്ചത് അല്ലേ എന്നാണ് വ്യംഗ്യമായിട്ടുള്ള അർത്ഥം, അല്ലാതെ സ്വമനസാതെ തോന്നിയിട്ടല്ല. അപ്പൊ ദേവകീ വസുദേവന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഉദ്ധവനെ പറഞ്ഞയച്ചതാണ് എന്ന് ഗോപികമാരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാലേ ഗോപികമാരുടെ പരിഭവത്തിന്, പരമപ്രേമത്തിന് ഉത്കർഷം ലഭിക്കുകയുള്ളൂ എന്ന് വ്യാഖ്യാതാക്കളും ആചാര്യന്മാരും പറയണു. കണ്ണനും ഗോകുലവുമായിട്ട് ആത്മാർത്ഥതയുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല, വെറും അഭിനയം മാത്രമായിരുന്നു. കംസനിൽ നിന്ന് തൽക്കാലം രക്ഷ കിട്ടാൻ ഇവിടെ രഹസ്യമായിട്ട് കുറച്ചു കാലം താമസിച്ചു. അതിനിടയ്ക്ക് തനിക്ക് വേണ്ടതൊക്കെ നേടി. വ്രജേ വസന്തം, ഈ വ്രജത്തില് വസന്തകാലമായിരുന്നു അവനുണ്ടായിരുന്നപ്പോ. ഗോപീതൃഗ് ഉത്സവദൃശി, നിത്യോത്സവ ന തതർഭു എന്ന രീതിയിൽ നിത്യ ഉത്സവമായിരുന്നു ആ കണ്ണൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോ. ആ സമയത്ത് നവനീതചോരം വ്രജാംഗനാനാം ചതുകൂല ചോരം, പാല് വെണ്ണ ഇതൊക്കെ കട്ടുതന്നു. നാരിമാരുടെ വസ്ത്രം മോഷ്ടിച്ചു, പിന്നീട് നാരിമാരുടെ ഹൃദയത്തിനെ തന്നെ മോഷ്ടിച്ചു. ഇങ്ങനെ ഞങ്ങളുടെ സർവസ്വവും അപഹരിച്ച് അവൻ തനിക്ക് വേണ്ട സുഖസൗകര്യങ്ങളെല്ലാം നേടി. ഇതെല്ലാം നൽകിയ ഞങ്ങളോ ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് ഇവിടെ പശുക്കളെ മേച്ച് ദുഃഖാർത്ഥരായിട്ട് വെന്തുരുകി ജീവിക്കണു. അപ്പൊ കംസനിൽ നിന്ന് രക്ഷ നേടാൻ താൽക്കാലികമായൊരു അഭയകേന്ദ്രം എന്നുള്ളതല്ലാണ്ട് കണ്ണന് ഞങ്ങളോട്, ഈ വൃന്ദാവനത്തിനോട്, ഇവിടുത്തെ ജീവജാലങ്ങളോട് യാതൊരു പ്രതിപത്തിയോ സ്നേഹമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സ്വന്തം മാതാപിതാക്കളെ കിട്ടി ദേവകീ വസുദേവന്മാരെ. താൻ ജനിച്ച സ്ഥലത്ത് തന്നെ മധുരാപുരിയിൽ തന്നെ തിരിച്ചെത്തി. തനിക്ക് വേണ്ടതായിട്ടുള്ളതാണ്. ഇവിടുത്തെ അപരിഷ്കൃതരായിട്ടുള്ള ഈ ഗോപികമാരെയോ ഗോപന്മാരെയോ പശുക്കളുടെ കുളമ്പടിയുള്ള പൊടിപടലങ്ങളോ വൃത്തികെട്ടതായി ഈ ഗോകുലത്തിനെ, ചാണകത്തിൻ്റെയും ഗോമൂത്രത്തിൻ്റെയും ദുർഗന്ധമുള്ള ഈ വൃന്ദാവനത്തിനെയും ഈ ഗോകുലത്തിനെയും എന്താ തിരിഞ്ഞു നോക്കണേ? അവരെ സമ്പന്നമായിരിക്കുന്ന മധുരാപുരി, സമ്പന്നരായിരിക്കുന്ന മധുരാപുരി സ്ത്രീകള്, അതിസുന്ദരികള്, പരിഷ്കൃതകള്, വിദ്യാസമ്പന്നകള്, മദാലസകള്, പിന്നെ സമ്പത്ത്, ഐശ്വര്യം, സകലവിധ സുഖഭോഗങ്ങളുമുള്ള ആ മധുരാപുരിയിൽ സുഖകരമായിട്ട് ജീവിക്കുമ്പോൾ ഇനി ഈ ഗോകുലത്തിലേക്ക് വരണ എന്തിനാ? ഈ ഗോകുലത്തിൽ ഒന്നുമില്ല. മധുരാപുരിയിൽ സുഖലോലുപനായിട്ടിരിക്കണു, സർവോപരി സ്വന്തം മാതാപിതാക്കളുടെ ഒപ്പം. ഇവിടെ ആരാ? നന്ദഗോപരും യശോദമ്മ എന്ന് പറയണത് വളർത്തച്ഛനും വളർത്തമ്മയും. അപ്പോൾ ഈ
വൃന്ദാവനത്തിൽ കണ്ണന് ഇഷ്ടപ്പെട്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ പ്രതിജ്ഞ ചെയ്ത പ്രകാരം അവന് വന്നൂടെ ഇവിടെ? ഒരു ദൂതൻ മുഖേന പറഞ്ഞ് അയക്കുകയുണ്ടായില്ലോ, മധുരാപുരിയിൽ രഥത്തിൽ കയറി ഇരിക്കുന്ന സമയത്ത് ഞാൻ തിരിച്ചു വന്നോളാം എന്ന്. ഇതേവരെ വന്നില്ല. അപ്പോൾ ഞങ്ങളെ വേണ്ട, വൃന്ദാവനത്തിനെ വേണ്ട, അവന് പ്രിയപ്പെട്ടതായ ഈ പശുക്കളെ വേണ്ട, ഒന്നും വേണ്ട അവന്. ഇപ്പോൾ സമ്പന്നകളും സൗന്ദര്യവതികളും ഐശ്വര്യം കൊണ്ട് പൂർണ്ണവതികളുമായിരിക്കുന്ന മധുരാപുരി സ്ത്രീകളും ആ മധുരാപുരിയിലെ സുഖഭോഗങ്ങളും മാത്രം മതി. കണ്ണന് ഞങ്ങൾക്കിപ്പോൾ വേണ്ടാത്തവരായി. ഗോപികമാര് വീണ്ടും ആ ഭഗവാനോടുള്ള തീവ്രമായ പ്രേമം കൊണ്ട് കൃത്രിമമായിട്ട് കോപം നടിച്ച് അവർ വീണ്ടും പറയാണ്, ഭഗവാനെ കാണാത്തതുള്ള തീവ്രമായ വിരഹദുഃഖം, ഭഗവാനോടുള്ള പരമപ്രേമം, ഇതിൻ്റെ എല്ലാം ബഹിസ്ഫുരണമാണ് പരീക്ഷത്തെ ആ ഗോപികമാരുടെ കൃഷ്ണനോടുള്ള കൃത്രിമമായിട്ടുള്ള കോപം. ആ ഗോപികമാർ പറയണു, കണ്ണൻ്റെ കൗമാരം, ബാല്യം എന്നീ ദിശകളിൽ എന്തെല്ലാം കാര്യങ്ങളാണോ ആ കണ്ണൻ ചെയ്തു കൊടുത്തത്, ഭഗവാൻ ചെയ്തു കൊടുത്തത്, അവയെല്ലാം അയവിറച്ചുകൊണ്ട് ഭഗവാന്റെ ലീലകൾ പാട്ടുപാടിക്കൊണ്ട് ചില സമയത്ത് പൊട്ടി കരഞ്ഞുകൊണ്ട് ഭഗവാനിൽ തന്നെ മനസ്സും വാക്കുകളും പ്രവൃത്തിയും ലയിപ്പിച്ചിരിക്കുന്ന സമയത്താണ് ആ ഉദ്ധവന്റെ വരവുണ്ടായത്. ഇതി ഗോപ്യോ ഹി ഗോവിന്ദേ ഗതവാക്കായ മാനസാ. സദാസമയത്തും മനസാ വാച കർമ്മണ സകല കർമ്മങ്ങളും കായേന വാച മനസേന്ദ്രിയർവ എന്ന രീതിയിൽ ഭഗവാനിൽ അർപ്പിച്ചിരുന്ന ആ ഗോപികമാര് ഇങ്ങനെ വിലപിക്കുമ്പോഴാണ് ഉദ്ധവന്റെ വരവ്. ഭഗവാന്റെ സന്ദേശവും കൊണ്ട് ഗോകുലത്തിൽ പ്രവേശിച്ച ഉദ്ധവനോട് അവര് ലജ്ജയും ലൗകിക മര്യാദയും ഉപേക്ഷിച്ചുകൊണ്ടാണ് എല്ലാം പറഞ്ഞത്. പരപുരുഷന്മാരെ കാണാൻ പാടില്ല എന്നോ, അപരിചിതരോട് രഹസ്യങ്ങൾ പറയാൻ പാടില്ല എന്നോ, മനോവികാരങ്ങൾ പരിചയമില്ലാത്തവരോട് വെളിപ്പെടുത്തരുത് എന്ന ലൗകിക ധർമ്മങ്ങളെല്ലാം, ലോകമര്യാദകളെല്ലാം അവർ ഉപേക്ഷിച്ചു. കാരണം എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഭഗവത് ഭക്തിയാണ്. ഭഗവത് ഭക്തി ഉള്ളവന്, ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അടിയുറച്ച ഭക്തി ഉള്ളവന് അവൻ സ്തബ്ധോഭവതി എന്ന നാരദഭക്തി സൂത്രത്തിൽ കാണാം. അവൻ സ്തബ്ധനായി തീരണു, അവൻ നിശ്ചലനായി തീരണു, നിഷ്ക്രിയനായി തീരണു എന്നൊക്കെ നാരദഭക്തി സൂത്രത്തിൽ നമുക്ക് കാണാം. ഭഗവാനിൽ അന്യാദൃശമായിരിക്കുന്ന ഭക്തിയോട് കൂടിയിട്ട് സച്ചിദാനന്ദമായിരിക്കുന്ന ഭഗവത് ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന അവർക്ക് മറ്റൊന്ന് ചിന്തിക്കാൻ ഉണ്ടായിരുന്നില്ല. സകല ധർമ്മങ്ങളെയും അവർ അതിക്രമിച്ചു. അതായത് പരമഹംസന്മാർക്ക് വിധിനിഷേധങ്ങളില്ല, ധർമാധർമ്മങ്ങൾക്ക് അതീതരാണ് പരമഹംസന്മാര് എന്ന് ഗോപികമാരുടെ ഈ പ്രവൃത്തി സൂചിപ്പിക്കുന്നു. സർവസംഘപരിത്യാഗികളായ പരമഹംസന്മാരെക്കാൾ ഒരുപടി മുകളിലാണ് സാത്തു അസ്മിൻ പരമപ്രേമരൂപ എന്ന സച്ചിദാനന്ദ ഭക്തിയെ അനുഭവിക്കുന്ന ഗോപികമാര് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിവരണം ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ഉദ്ധവന്റെ അടുത്തേക്ക് ആ ഗോപികമാര് വട്ടം കൂടി നിൽക്കുന്ന സമയത്താണ് ഒരു വണ്ട് കടന്നു പോണത് ഒരു ഗോപസ്ത്രീയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഭഗവാനെ തന്നെ ധ്യാനിച്ചിരിക്കുന്ന അവള് ആ വണ്ടിനെ ശ്രീകൃഷ്ണൻ അയച്ച ദൂതനായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് ഇനി പറയാൻ പോണത്. ഉദ്ധവൻ തന്നെയാണ് ഈ വണ്ട് എന്നാണ് ശ്രീധരാചാര്യസ്വാമികളെ പോലെയുള്ള ആചാര്യന്മാർ പറയണത്. വണ്ടിനോട് എന്ന മട്ടിൽ പറയണു, അത് ഉദ്ധവൻ കേൾക്കണം, അത് ഉദ്ധവൻ ഭഗവാനോട് ചെന്ന് പറയണം. ഇതാണ് കാര്യം. അപ്പോൾ സുപ്രസിദ്ധമായ ഭ്രമരഗീതം എന്ന് പറയുന്ന 10 ശ്ലോകങ്ങളിലുള്ള ആ ഗോപികമാരുടെ വിലാപം, ആ ഗോപികമാരുടെ തീവ്രമായ ഭക്തി പ്രകടനമാണ് ഇനി 10 ശ്ലോകങ്ങളിൽ കാണുന്നത്. അവിടെ ഒരു വണ്ടിനെ സങ്കല്പിച്ച് പറയുന്നു എങ്കിലും ഉദ്ധവനാണ് ആ വണ്ട്, ഉദ്ധവനാണ് ആ സന്ദേശവാഹകൻ. ഭഗവാന്റെ തുളസീജലത്തിൽ നിന്ന് സുഗന്ധത്തിനെയും പൂമ്പൊടിയെയും വഹിച്ചു കൊണ്ടുവരുന്ന വണ്ട് ഗോപികമാരുടെ അടുത്തെത്തിയപ്പോൾ
ഭഗവാന്റെ ദൂതനായിട്ട് സങ്കല്പിച്ച് ആ വണ്ടിനോട് പറയണു എന്ന രീതിയിലാണ് ഭ്രമരഗീതം. പക്ഷേ യഥാർത്ഥത്തിൽ ആ ദൂതൻ ഉദ്ധവൻ തന്നെയാണ്. ഇത് ഉദ്ധവൻ കേട്ടിട്ട് ഞങ്ങളുടെ തീവ്രമായിട്ടുള്ള വിരഹവേദനയും പരമപ്രേമവും കണ്ണൻ അറിയണം എന്ന സതുദ്ദേശത്തോടു കൂടിയിട്ടാണ്, മഹത്തായ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അവര് പറയണത്. ആദ്യം തന്നെ മധുപ കിതവബന്ധോ എന്ന് പറഞ്ഞാണ് തുടങ്ങണത്. കിതവബന്ധോ, കള്ളന്റെ കൂട്ടുകാര എന്ന. ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ ജന്മാദ്യസ്യ യത എന്ന വാക്യത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നതായ സച്ചിദാനന്ദമൂർത്തിയായ ഭഗവാനെ കള്ള എന്ന മുഖത്ത് നോക്കി വിളിക്കണമെങ്കിൽ ഗോപികമാർക്കേ സാധിക്കുള്ളൂ. ചോരാഗ്രഗണ്യം മനസാ സ്മരാമി എന്ന് പറയണമെങ്കിൽ അത് ഗോപികമാരുടെ നിലയിൽ എത്തിയവനെ അത് പറയാനായിട്ട് സാധിക്കുള്ളൂ എന്ന് കാണിക്കുക. മധുപ കിതവബന്ധോ മാസ്പൃശാഘ്രിം സപത്ന്യ കുചവിലുളിതമാല കുങ്കുമശ്മശുഭർണ വഹതു മധുപതിസ്തന്മാനിനീനം പ്രസാദം യതു സദസ വിഡംബ്യം യസ്യ ദൂതസ്ത്വമേദൃക് എന്ന് തുടങ്ങണു. ആ കഥാനായകനെ ഗോപിക ഒരു വണ്ടായിട്ട് ചിത്രീകരിക്കണു എങ്കിലും യഥാർത്ഥത്തിൽ ഉദ്ധവനെ മുന്നിൽ നിർത്തി ഭഗവാനോട് പറയാനുള്ളതാണ് പറയണത് എന്ന് നമ്മൾ പ്രത്യേകം അനുസ്മരിക്കണം. ഈ അത്യുദാത്തമായിരിക്കുന്ന ഭ്രമരഗീതത്തിനെ അനുസ്മരിക്കുമ്പോൾ. അല്ലയോ വഞ്ചകന്റെ കൂട്ടുകാരാ, വണ്ടേ നീ എൻ്റെ അടുത്തേക്ക് വരണ്ട. നിന്റെ മീശരോമങ്ങൾ ഞങ്ങളുടെ കാലിൽ പോലും സ്പർശിക്കരുത്. അതിനുള്ള യോഗ്യത നിനക്കില്ല. നീ ആ കള്ളന്റെ കൂട്ടുകാരനായതുകൊണ്ട് നിനക്കുമുണ്ട് ആ കള്ളത്തരം. ആ വഞ്ചക സ്വഭാവം കാണിച്ച് ഞങ്ങളെ സ്പർശിക്കണ്ട. ഞങ്ങളുടെ കാലിന്മ സ്പർശിക്കാൻ പോലും നിനക്ക് യോഗ്യതയില്ല. കാരണം നിന്റെ ആ കൊമ്പിന്മേല്, നിന്റെ ചുണ്ടില് ആ കുങ്കുമത്തിന്റെ തരിയുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണൻ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് മധുരാപുരിയിലേക്ക് പോയില്ലേ? ആ മധുരാപുരിയിലെ പരിഷ്കൃതരും സമ്പന്നരും സൗന്ദര്യധാമങ്ങളുമായ സുന്ദരിമാരെ ആലിംഗനം ചെയ്തപ്പോൾ അവരുടെ സ്ഥലങ്ങളിലുള്ള കുങ്കുമം ആ വനമാലയിൽ പറ്റിപ്പിടിച്ചു. ആ വനമാലയിലെ പുഷ്പങ്ങളുടെ തേൻ നുകരാനായിട്ട് നീ ചെന്നപ്പോൾ നിന്റെ മുഖത്തും ആ കുങ്കുമം ഒട്ടിപ്പിടിച്ചില്ലേ? ആ എച്ചിലും കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട. ആ മധുരാപുരി സ്ത്രീകളുടെ, ആ സുന്ദരിമാരുടെ, പരിഷ്കൃത സ്ത്രീകളുടെ ഉച്ഛിഷ്ടവും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. അത് അശുദ്ധമായതാണ്, ഞങ്ങൾക്ക് വേണ്ട. മധുരാപുരിയിലെ ആ നാഗരിക സുന്ദരിമാർക്ക് സന്തോഷപ്രദമായത് കൃഷ്ണൻ നടത്തട്ടെ. ഇപ്പൊ അവരല്ലേ അവന്റെ കണ്ണിലുണ്ണികൾ, അവരുടെ ആരാധനാപാത്രമല്ലേ അവൻ. അവർക്കിഷ്ടമുള്ള ചെയ്യട്ടെ. അപ്പോൾ ആ പരിഷ്കൃതരായ നാഗരിക സുന്ദരിമാരുടെ സ്ഥലങ്ങളിലുള്ള കുങ്കുമം എന്ന കളങ്കം, ആ നിർമാല്യം വഹിച്ച് ദൂതഭാവത്തിൽ വന്ന നിനക്ക് ഞങ്ങളെ സമീപിക്കാൻ അർഹതയില്ല. ഞങ്ങളെ തൊടുക പോലും ചെയ്യണ്ട. ഞങ്ങളെ തൊട്ട് അശുദ്ധമാക്കരുത്. പവിത്രമായ ആ ഭക്തിയിൽ, കണ്ണന്റെ തൃപ്പാദങ്ങളിൽ രമിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളെ തൊട്ട് അശുദ്ധമാക്കരുത്. വാസ്തവത്തിൽ മധുവംശാധിപന്റെ ഈ വക പ്രവൃത്തികൾ യാദവ സദസ്സിൽ പരിഹാസ്യമല്ലേ ഉണ്ടാക്കുക? കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നത്. വ്രജാംഗനകൾ തഞ്ചാരത്വമുദ്യോഗം എന്ന് ഞങ്ങളെപ്പറ്റി കുറ്റം പറഞ്ഞു. അതുപോലെ തന്നെ ആ മധുരാപുരി സ്ത്രീകളുടെ ജാരനാണ് എന്ന് പറയില്ലേ? അതുകൊണ്ട് ആ അശുദ്ധമായ ശരീരം കൊണ്ട് നീ ഞങ്ങളെ വന്ന് അശുദ്ധമാക്കരുത്. മധുപക്കി തവ ബന്ധോ, 3 തരത്തിൽ വ്യാഖ്യാനിക്കാം എന്ന് ആചാര്യന്മാർ, 3 തരത്തിലല്ല അതിൽ കൂടുതൽ വ്യാഖ്യാനിക്കാമെന്ന് ആചാര്യന്മാർ പറയുന്നു. മധുപക്കി തവ ബന്ധോ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ മധുവംശപാലകനായിരിക്കുന്ന ചതിയന്റെ ബന്ധോ എന്ന് സംബോധന. ഇനി അതല്ല, മധുപ കിതവ ബന്ധോ എന്നായാൽ ചതിയന്റെ ചങ്ങാതിയായ കരിവണ്ടേ എന്നർത്ഥം. ഇനി അത് 3 തരത്തിലാക്കാം. മധുപ കിതവ ബന്ധോ എന്നായാൽ ബന്ധുരൂപത്തിൽ സമീപിക്കുന്ന ചതിയനായ വണ്ടേ. ഇങ്ങനെ പല പ്രകാരത്തിൽ ഓരോ വ്യാഖ്യാതാക്കള്, ഓരോ ആചാര്യന്മാര് വ്യാഖ്യാനിക്കണം.
ഏതായാലും ഈ സംബോധനയെല്ലാം കൃത്രിമമായ കപടമായ കോപത്തിൻ്റെ ബഹിസ്ഫുരണമാണ് പരീക്ഷത്തെ എന്ന് ശ്രീശുക ബ്രഹ്മർഷി പറയുന്നു. ആ തീവ്രമായ ഭക്തി ഉള്ളിൽ തട്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിലെ പൊസസീവ്നെസ് എന്ന് പറയുന്ന മറ്റാർക്കും വിട്ടുകൊടുക്കാൻ സാധിക്കാത്ത ഞങ്ങളുടെ സ്വന്തമാണ് കണ്ണൻ, സാത്തു അസ്മിൻ പരമപ്രേമരൂപ എന്ന ഭക്തിയുടെ ഉദാത്തമായ ഭാവമാണ് മധുപകിതവ ബന്ധോ എന്ന ആ സംബോധന എന്ന് ആചാര്യന്മാർ പറയുന്നു. ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ അവരെ ഉപേക്ഷിച്ച് മധുരയിലെ പരിഷ്കൃതരായ നാഗരിക സ്ത്രീകളോടൊത്ത് അനേകം ശൃംഗാരചേഷ്ടകളിലും ഒഴുകിയിരിക്കുകയാണ്. യാദവവംശത്തിലെ ശ്രേഷ്ഠൻ ഇപ്രകാരം ചെയ്യുന്നത് യാദവവംശത്തിന് അപമാനകരമല്ലേ, പരിഹാസ്യമല്ലേ? ഇവിടെ വണ്ട് എന്ന് സൂചിപ്പിക്കാൻ കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, കറുത്ത നിറം. ഭഗവാനെ അളിവർണ്ണൻ എന്നാ വിളിക്കുക. അളി എന്ന് പറഞ്ഞ വണ്ട്, നിറം കൊണ്ട് സാമ്യമുണ്ട്. അതുപോലെ വണ്ട് പാട്ട് പാടുന്നു, ഗാനമുണ്ട്. ആ വേണുഗാനം കൊണ്ട് ലോകത്തിനെ മുഴുവൻ ആകർഷിച്ചു, പ്രത്യേകിച്ച് ഞങ്ങളെയും ആകർഷിച്ചു. അങ്ങനെയുള്ള ആ കണ്ണൻ ഗാനം കൊണ്ടും അതുപോലെ തന്നെ നിറം കൊണ്ടും വഞ്ചകത്വം കൊണ്ടും എന്തുകൊണ്ടും നീയും നിന്റെ സ്വാമിയും രണ്ടുപേരും ഒരുപോലെയാണ്. വണ്ടിൻ്റെ മുഖമീശയുടെ ചുവപ്പ് നിറത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു കുങ്കുമസ്പർശമുണ്ടായി എന്ന തോന്നൽ. എന്തു തന്നെയായാലും ഭഗവാനുമായിട്ട് സമ്പർക്കമുണ്ടായ ഏതും ഞങ്ങളുടെ പാദസ്പർശം കൊണ്ട് അശുദ്ധമാക്കരുത് എന്നാണ് ആന്തരാർത്ഥമായിരിക്കുന്നത്. മധുരയിലെ നാഗരിക സ്ത്രീകളുമായിട്ടുള്ള ശൃംഗാരകേളികളാകാം ഈ പരിഹാസ്യം എന്ന് ഗോപികമാർ പറയണത്. സദസ്സില് പരിഹാസ്യത അത് ആരും അറിയണ്ട എന്ന് ആ ഗോപികമാര് അപേക്ഷിക്കണു. ശ്രീകൃഷ്ണന്റെ സന്ദേശവാഹകനായിരിക്കുന്ന ഭക്തോത്തമനായ ഉദ്ധവൻ ഇവിടെ ഗോപികമാരുടേതായിട്ട് രൂപാന്തരപ്പെടുകയാണ്. വണ്ടായിട്ട് ഇവിടെ ഉദ്ധവനെ സങ്കല്പിക്കാനുള്ള കാരണം അനേക കാരണങ്ങളുണ്ട്. തീവ്രമായ വിരഹവേദന അനുഭവിക്കുന്നവർക്ക് ഞങ്ങളുടെ സന്ദേശവാഹകൻ അതിന് പ്രാപ്തനാണോ എന്ന് ചിന്തിക്കാനുള്ള വിവേകം ഉണ്ടാവില്ല. ആചാര്യന്മാർ പറയണു, മറിച്ച് പറഞ്ഞാല് ആ അപ്രകാരമായാലേ വിരഹദുഃഖത്തിൻ്റെ പൂർണ്ണതയാവുള്ളൂ. അതായത് ഈ ഒരു ഉദ്ധവനെ വണ്ടായിട്ട് സങ്കല്പിക്കാൻ എന്തൊരു അവിവേകമാണ്. അല്ലെങ്കിൽ വണ്ടിനെ ഉദ്ധവനായിട്ടോ ഉദ്ധവനെ വണ്ടായിട്ടോ സങ്കല്പിച്ച് ഈ ദൗത്യം പറയാനായിട്ട് ആ പരമപ്രേമരൂപം തന്നെയാണ് കാരണം എന്ന് പറയുക. അപ്പൊ ഇവിടെ വ്യാജസ്തുതിയാണ് എന്ന് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു, അല്ലെങ്കിൽ കൃത്രിമമായ കോപം എന്നർത്ഥം. ആ ഗോപികമാർ പറയാണ്, ആ കണ്ണൻ മാദകമായ തൻ്റെ അധരാമൃതം ഒരേ ഒരു പ്രാവശ്യം ഞങ്ങളെ ആസ്വദിപ്പിച്ചു. ഒരു വണ്ട് പുഷ്പത്തിനെ എന്ന മട്ടില് ഞങ്ങളെ ഉപേക്ഷിച്ചു. തേൻ നുകർന്നു കഴിഞ്ഞാൽ ആ പുഷ്പത്തിനെ വണ്ട് തിരിഞ്ഞു നോക്കാത്തതുപോലെ ഞങ്ങളാകുന്ന പുഷ്പങ്ങളെ, ഗോപികമാരാകുന്ന പുഷ്പങ്ങളെ വണ്ടാകുന്ന ആ കണ്ണൻ തേൻ നുകർന്നതിന് ശേഷം, സർവസ്വവും അപഹരിച്ചതിന് ശേഷം, സകല ഇന്ദ്രിയവൃത്തികളും അപഹരിച്ച ശേഷം അവൻ ഇവിടുന്ന് അപ്രത്യക്ഷനായി. അവർ ചിന്തിക്കണു, മഹാലക്ഷ്മി സദാസമയത്തും പദഭജനം ശ്രേയ എന്നുള്ള മട്ടില് കണ്ണന്റെ പാദങ്ങളെ തലോടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് വിശ്വസിച്ചാണ് മഹാലക്ഷ്മി ഇപ്രകാരം ചെയ്യണത്? ഒരുപക്ഷെ തൻ്റെ ചാടുവാക്യങ്ങളാൽ, കൃത്രിമമായിട്ടുള്ള ശൃംഗാരവാക്യങ്ങളാൽ ആ മഹാലക്ഷ്മിയെയും ഭ്രമിപ്പിച്ചതാവാം, മോഹിപ്പിച്ചതാവാം അതിസുന്ദര മന്ദഹാസത്തോടുകൂടി. ഹാസോജനന്മാദകരീജമായ എന്ന് പറയുന്നത് പോലെ ആ മന്ദം ജഹാസ വൈകുണ്ഠോ മോഹയന്നിവ മായയാ എന്ന് കുന്തിസ്തുതിയിൽ പറഞ്ഞ പോലെ അതിമനോഹരമായ പുഞ്ചിരി കൊണ്ട് ആ ലക്ഷ്മി ദേവിയെയും അവൻ വശംവദരാക്കിയിട്ടുണ്ടാവും. ഇവിടെ ആ മഹാലക്ഷ്മി എങ്ങനെയാണ്
ഇവനെ സേവനം ചെയ്യണത്. അഷ്ടമസ്കന്ധത്തിൽ നമ്മൾ കാണാം, മഹാലക്ഷ്മി ഒരു സൂക്ഷ്മ പരീക്ഷണം നടത്തിയിട്ടാണ് ഭഗവാൻ ശ്രീഹരിയുടെ കഴുത്തിൽ മാലയിട്ടത്. സർവ പരിപൂർണമായിരിക്കുന്ന ഷഡ്ഗുണ പരിപൂർണനായിരിക്കുന്ന ഒരേ ഒരാൾ ശ്രീഹരിയാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഭഗവാനെ വരിച്ചത്. ബാക്കി 33 ദേവന്മാര് വിശിഷ്ടമായിട്ടുള്ള മഹത് വ്യക്തികൾ ഉണ്ടായിരുന്നെങ്കിലും അവരെയെല്ലാം അവഗണിച്ച് ഭഗവാനെ വിവാഹം കഴിക്കാനുള്ള കാരണം ഐശ്വര്യാദി ഷഡ്ഗുണ പരിപൂർണനാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അപ്പൊ ഈ ശ്ലോകത്തിൽ ഗോപികമാര് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കണു, ഭഗവാൻ ശ്രീകൃഷ്ണൻ സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയായ ആദിനാരായണമൂർത്തി തന്നെയാണ് എന്ന് ഗോപികമാര് മനസ്സിലാക്കിയെന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. പിന്നീട് ആ വണ്ടിനോട് പറയണു, 6 പാദങ്ങളോട് കൂടിയ വണ്ടേ, ഞങ്ങൾക്കിവിടെ ഭവനം പോലും ഇല്ല, നിരത്തിയിട്ട കാളവണ്ടികളിലാണ് താമസം. അതിനെന്താ കാരണം? നിന്റെ സ്വാമിയായിട്ടുള്ള കണ്ണനെ വിചാരിച്ച് ഞങ്ങൾ സർവസ്വവും ഉപേക്ഷിച്ചു, ഗൃഹവും ഉപേക്ഷിച്ചു, ഭർത്താവിനെ, സഹോദരന്മാരെ, പുത്രന്മാരെ എല്ലാവരും ഉപേക്ഷിച്ച് ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് നമ്മളെ മലയാളത്തിൽ പറയുന്ന രീതിയിൽ പെരുവഴിയിലായി. അങ്ങനെ കൃത്യമായിട്ടുള്ള വാസസ്ഥാനം പോലും ഇല്ലാത്ത ഞങ്ങളെ നീ എന്തിനാ വന്ന് സമീപിച്ച് ഈ പാട്ട് പാടുന്നത്? ഇവിടെ വന്ന് ഞങ്ങൾ കേട്ട് കേട്ട് മടുത്ത ആ യദുനാഥന്റെ കേമത്തം ഇവിടെ ഗാനം ചെയ്യണ്ട. ഇവിടെ ഗാനം ചെയ്തത് കൊണ്ട് നിനക്കൊന്നും കിട്ടാനില്ല, ഞങ്ങൾ സമ്മാനം തരൂല്ല. ആ കണ്ണന്റെ ഇപ്പോഴത്തെ കൂട്ടുകാരാരാ? മധുരയിലെ പരിഷ്കൃതരായിട്ടുള്ള സുന്ദരിമാരാണ്. അവരുടെ മുമ്പിൽ ചെന്ന് പാടിയാൽ അവർ ചിലപ്പോൾ ഒരുപക്ഷെ പട്ടും വളയും തന്നു വരും. ഞങ്ങൾക്ക് കേൾക്കണ്ട അവന്റെ കഥ. ശ്രീകൃഷ്ണന്റെ സ്പർശനം കൊണ്ട് ആ മാറിടങ്ങളിൽ വേദന അനുഭവിക്കുന്ന അവർക്ക് ഇതൊരു ആശ്വാസമാവും. തീവ്രമായ ഭക്തിയോട് കൂടിയിട്ട് ആ ഗോപികമാര് പറയണു, ഭഗവാനെ കാണാനും ആ സാമീപ്യത്തിനും കൊതിക്കുന്ന ഉത്കടമായ അഭിവാഞ്ഛയുള്ള ആ ഗോപികമാര് കൃത്രിമമായിട്ട് പറയണു, ഞങ്ങളെ മുൻപിൽ അവന്റെ പാട്ടുകൾ പാടുക വേണ്ടാന്ന്. ഇനി കാണാം ഭഗവാന്റെ കീർത്തനങ്ങൾ പാടൂ, കീർത്തയ തീർത്ഥ കീർത്തയെ എന്ന് തൃതീയ സ്കന്ധത്തിൽ കണ്ടതുപോലെ ആ ഗോപികമാര് ഉദ്ധവനോട് പറയുന്നത് കേൾക്കാം. അപ്പോൾ ഭഗവാന്റെ ആ ഉത്തമ ശ്ലോകനായിരിക്കുന്ന ഭഗവാന്റെ വർണ്ണനകൾ കേൾക്കാനുള്ള അതിയായ കൊതി മറച്ചു വെച്ചുകൊണ്ട് നിഷേധാർത്ഥത്തില് കൃത്രിമ കോപത്തില് അവർ പറയണു, ഞങ്ങൾക്ക് കേൾക്കണ്ട, മധുരാപുരി സ്ത്രീകളുടെ മുമ്പിൽ ചെന്ന് പാടിയാൽ മതി, അവർ വലിയ സമ്മാനം തരും. വണ്ടിന് 6 കാലുകൾ ഉള്ളത് കൊണ്ട് ഷഡംഘ്രി എന്ന് സംബോധന എന്ന് പറഞ്ഞാൽ 4 കാലുകളേക്കാൾ കഷ്ടാണ് നിന്റെ പ്രവൃത്തി എന്നർത്ഥം. നിന്റെ സ്വാമിയുടേതോ അതിലും കഷ്ടം. ഇവിടെയും ഭഗവാൻ സാക്ഷാൽ ആദിനാരായണമൂർത്തിയാണ്, മഹാവിഷ്ണുവാണ് എന്ന് വ്യംഗ്യത്തിലായിട്ട് ആ ഗോപികമാര് പറയുകയാണ്. ഈ ഒരു ശ്ലോകത്തിലും അവരുടെ ഗംഭീരമായിട്ടുള്ള പ്രേമഭക്തി നിഴലിക്കുകയാണ്. ഇനി മറ്റൊരു ഗോപിക പറയണു, തൻ്റെ കാപട്യം നിറഞ്ഞ മന്ദഹാസം, പുരികം ചലിപ്പിക്കല്, മനോഹരമായിട്ടുള്ള സംഭാഷണം, അതിസുന്ദരമായിട്ടുള്ള രൂപം തുടങ്ങിയതുകൊണ്ട് വശീകരിക്കാൻ പറ്റാത്ത ഒരുവള് സ്വർഗത്തിലോ ഭൂമിയിലോ ഈ 14 ലോകങ്ങളിലോ ഉണ്ടാവില്ല. ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ എന്ന് പട്ടേരിപ്പാട് പറഞ്ഞതുപോലെ ആ കണ്ണന്റെ അതിസുന്ദരമായിരിക്കുന്ന രൂപത്തിലും നോട്ടത്തിലും പുഞ്ചിരിയിലും ചടുലമായ വാക്കുകളിലും മയങ്ങാത്ത ഏത് സ്ത്രീയാണുള്ളത്? അങ്ങനത്തെ ആ കണ്ണനെ സാക്ഷാൽ ലക്ഷ്മി ഭഗവതി പാദധൂളികളെ ഉപാസിച്ച് സ്വാധീനിച്ചു. അങ്ങനെ ലക്ഷ്മീ വല്ലഭനായി തീർന്ന അവിടെ ഞങ്ങൾക്കെന്താ സ്ഥാനം? വക്ഷോ നിവാസമകരോത് പരമം വിഭൂതേ, മാരടത്തിലാണ് സ്ഥാനം കൊടുത്തത് ഏറ്റവും പ്രിയപ്പെട്ടവളായ ലക്ഷ്മി ദേവിക്ക്. അങ്ങനെ ലക്ഷ്മീകാന്തനായുള്ള സ്ഥാനം കിട്ടിയപ്പോൾ ഞങ്ങളായിരിക്കുന്ന അപരിഷ്കൃതരകളായ ഈ ഗോപികമാര്, ആയർകുലത്തിലെ ഈ പെണ്ണുങ്ങള് എന്ത് ചെയ്യാൻ? യാതൊരു പ്രസക്തിയില്ല ഞങ്ങൾക്ക്. പക്ഷേ ദയാർഹരായവരിൽ അനുകമ്പയുള്ളവനെ മാത്രമേ ഉത്തമ ശ്ലോകൻ എന്ന് വിശേഷിപ്പിക്കുള്ളൂ. മഹാലക്ഷ്മി സ്വന്തമാക്കിയതുകൊണ്ട് മറ്റുള്ളവരെല്ലാം ഒഴിഞ്ഞു മാറി.
ഇനി ഞങ്ങൾക്ക് എന്താണ് സ്ഥാനം? മഹാലക്ഷ്മിക്ക് മാത്രം അവകാശപ്പെട്ട സ്വത്തിൽ ഞങ്ങൾ ഭാഗഭാക്കുകളാകാൻ ഇച്ഛിക്കണില്ല എന്ന് ഗോപികമാര് വ്യംഗ്യമായിട്ട് പറയണു. അതുകൊണ്ട് ഈ ദൗത്യം അനാവശ്യമാണ്. ഇപ്പൊ ലക്ഷ്മി വല്ലഭനല്ലേ കണ്ണൻ, പിന്നെ എന്തിനാ ലക്ഷ്മി വല്ലഭന്റെ കാര്യം ലക്ഷ്മിയുടെ അടുത്തല്ലേ പറയേണ്ടത്? ഞങ്ങളുടെ അടുത്ത് എന്തെന്ന് വന്ന് പറയണു? ഒന്നുകിൽ മധുരാപുരി സ്ത്രീകളുടെ അടുത്തോ ലക്ഷ്മി ദേവിയുടെ അടുത്തോ നീ ചെന്ന് പറയൂ. ഞങ്ങൾക്ക് അവിടെ എന്ത് സ്ഥാനം? അങ്ങനെ വണ്ട് പറന്നു വന്ന് ഒരു ഗോപികയുടെ കാലുക്കൾ വീഴാനായിട്ട് വന്നിരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവൾ കാല് വലിച്ചുകൊണ്ട് പറയണു, എൻ്റെ കാൽ കീഴിൽ പതിപ്പിച്ചതായി ശിരസ്സെടുക്കൂ, എൻ്റെ കാലിൽ നിന്ന് മാറൂ, നീ എൻ്റെ കാല് തൊട്ട് അശുദ്ധമാക്കരുത്. നീ എന്ത് സൂത്രവിദ്യ പ്രയോഗിച്ചാലും വശീകരണ വിദ്യ കാണിച്ചാലും ഞങ്ങളുടെ മനസ്സ് വഴങ്ങില്ല. എന്ത് പ്രലോഭനം നീ പറഞ്ഞാലും ശരി, ഞങ്ങളുടെ മനസ്സ് അനങ്ങില്ല. നിന്റെ സ്വാമിയായിട്ടുള്ള കണ്ണൻ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടാവും ഈ ഗോപികമാരെ എങ്ങനെ വശത്താക്കാം എന്ന്. അങ്ങനെ കണ്ണനിൽ നിന്ന് പഠിച്ചതായ വശീകരണ വിദ്യകൾ ഓരോന്നായിട്ട് ഇവിടെ പ്രയോഗിച്ചാലും ഇവിടെ ചെലവാവില്ല, ഞങ്ങൾ വഴങ്ങില്ല. ദൂതന്റെ ധർമ്മങ്ങൾ, മധുരമായിട്ടുള്ള സംഭാഷണം, ആശ്വസിപ്പിക്കല്, സുന്ദരമായ നോട്ടം തുടങ്ങിയിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ട് ഞങ്ങളെ വശീകരിക്കാം എന്ന് വിചാരിക്കേണ്ട. ഇതെല്ലാം കാപട്യത്തിൽ നിന്ന് ഉണ്ടായതാണ്. കപടവേഷധാരിയായിരിക്കുന്ന കൃഷ്ണനിൽ നിന്ന് പഠിച്ചതാണ്. ഞങ്ങൾ സ്വന്തം ഭർത്താക്കന്മാര്, സന്താനങ്ങള്, സഹോദരങ്ങള്, ഗൃഹം, എന്തിന് പരലോക സൗഖ്യം പോലും ഉപേക്ഷിച്ച് ആ കണ്ണനെ വിശ്വസിച്ചവരാ. വ്യസൃജത അകൃതചേതാ കിം नु സന്ധേയമസ്മിൻ. ഇങ്ങനെ സർവസ്വവും ഉപേക്ഷിച്ച സർവസംഘപരിത്യാഗികളായ മഹർഷീശ്വരന്മാരെ പോലെ എല്ലാം ഉപേക്ഷിച്ച് ത്വന്ത് സർവം പരിത്യജ്യ എന്ന് പറഞ്ഞതുപോലെ എല്ലാം ഉപേക്ഷിച്ച് ആ കണ്ണനെ വിശ്വസിച്ചതാണ്. എന്നിട്ട് യാതൊരു നന്ദിയുമില്ലാതെ കൃതജ്ഞതാബോധവുമില്ലാതെ ചതിച്ച് ഞങ്ങളെ ഉപേക്ഷിച്ചു. അങ്ങനെയുള്ള വഞ്ചകനുമായിട്ട് ഒരു സന്ധി ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട, അവൻ്റെ കഥ ഞങ്ങൾക്ക് കേൾക്കണ്ട, ഞങ്ങളെ സ്പർശിച്ച് ഞങ്ങളെ അശുദ്ധമാക്കണ്ട, ഞങ്ങളുടെ അടുത്തുനിന്ന് പോക്കോളൂ. കണ്ണനും ഞങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് കണ്ണൻ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ നടന്നോട്ടെ. അവൻ ലക്ഷ്മി വല്ലഭനാണ്, വൈകുണ്ഠത്തിലായിരിക്കുമ്പോൾ ലക്ഷ്മിയാണ്. ഇപ്പോൾ ഭൗതികമായിട്ട് മധുരാപുര സ്ത്രീകളാണ് സ്വന്തം. അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഭഗവാന്റെ ദൂതന് ഗോപികയുടെ പാദസ്പർശത്തിന് അധികാരമില്ല, മറിച്ചാണ് വേണ്ടത് എന്നാണ് ഇവിടെ വ്യംഗ്യമായിട്ട് ഗോപികമാര് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഗോപികമാർക്ക് കൊടുത്ത അനുഗ്രഹം വ സാധുനാതൽ പ്രതിയാതു എന്നാണ്. ഞങ്ങൾ ഭഗവാന് ചെയ്ത സേവനങ്ങളിൽ ആത്മസംതൃപ്തിയാണ് അത്. ഭഗവാനെ പൂർണ്ണമായിട്ട് പരമപ്രേമരൂപത്തിൽ ഉപാസിച്ചു എന്നുള്ള ആത്മസംതൃപ്തി, ആത്മാനന്ദം, അതിൽ വലുതായിട്ട് ഒന്നും ഞങ്ങൾക്ക് വേണ്ട. സ്വകൃതം അത് തന്നെയാണ്. ഞങ്ങൾ ചെയ്തതായിട്ടുള്ള ആ പുണ്യം, അതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്നാണ് ആന്തരാർത്ഥം. ഇനിയും ആ ഗോപികമാര് കൃത്രിമ പ്രേമത്തോടുകൂടി പറയണു, ഈ കറുത്ത നിറത്തിലുള്ള ഒരാളെ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല. പൂർവജന്മങ്ങളിൽ തൊട്ട് ഈ കണ്ണൻ, ഈ കറുത്തവൻ, ഈ കൃഷ്ണൻ, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കറുത്തവൻ എന്നും അർത്ഥമുണ്ടല്ലോ, വഞ്ചകനാണ്. മാംസത്തിലുള്ള കൊതി നിമിത്തം, ലോഭം കൊണ്ട് ത്രേതായുഗത്തില് ഇദ്ദേഹം ഒരു വേടന്റെ ധർമ്മം സ്വീകരിച്ച് വാനരരാജാവായിരിക്കുന്ന ബാലിയെ ഒളിയം പെയ്തു കൊന്നു. മാത്രമല്ല, തൻ്റെ പത്നിയായിട്ടുള്ള സീതയുടെ പ്രലോഭനത്തിന്, സ്വാധീനത്തിന് വശംവദനായിട്ട് തന്നെ കാമിച്ചു വന്ന ശൂർപ്പണഖ എന്നൊരു മറ്റൊരു സ്ത്രീയെ അവയവങ്ങൾ ഛേദിച്ച് വിരൂപയാക്കി അയച്ചു. പിന്നെ വേറൊരു സമയത്ത് മഹാബലി എന്ന ചക്രവർത്തിയെ, ഇന്ദ്രസേന മഹാബലിയെ, അദ്ദേഹം സർവസ്വവും ദാനം ചെയ്ത ആളാണ്. കാക്കയെപ്പോലെ അതെല്ലാം സ്വീകരിച്ച് ബന്ധനസ്ഥനാക്കി സുതലത്തിലേക്ക്, അധോലോകത്തിലേക്ക് പറഞ്ഞു വിട്ടു. ഇങ്ങനെ കറുത്ത നിറമുള്ളവരോട് ഉള്ള സഖ്യം ചതിയിലേ കലാശിക്കുള്ളൂ. ഈ കറുത്തവരെ വിശ്വസിക്കാൻ പാടില്ല. അവരുടെ ശരീരം മാത്രമല്ല, മനസ്സും അതുപോലെ കറുത്തതാണ്. അവരൊരിക്കലും വിശ്വസിക്കാനായിട്ട് കൊള്ളില്ല.
ഇങ്ങനെ കറുത്ത വർണ്ണത്തോടു കൂടിയവരുമായുള്ള സഖ്യം ചതിയിലേ കലാശിക്കുള്ളൂ. ഹേ വണ്ടേ, നീയും കറുത്തവനാണ്, നിന്റെ സ്വാമിയും കറുത്തവനാണ്, രണ്ടുപേരും വഞ്ചകരാണ്. അപ്പൊ കിതവനുമാണ്, കിതവ ബന്ധുവാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം മധുവ കിതവ ബന്ധോ എന്ന് വിളിക്കാൻ കാരണം. നീയും ചതിയനാണ്, പല പുഷ്പങ്ങളിൽ ചെന്ന് തേനെടുത്തിട്ട് തിരിഞ്ഞു നോക്കാത്തവനാണ്. നിന്റെ കൂട്ടുകാരനായ കണ്ണനും ഞങ്ങളാകുന്ന പുഷ്പങ്ങളിൽ നിന്ന് തേനെടുത്തിട്ട് തിരിഞ്ഞു നോക്കാത്തവരാണ്. ഇങ്ങനെയുള്ള ഈ കാര്യം അത്യന്തം ഭയാനകമാണ്. എന്നാലും ഗോപികമാര് ഒടുവിൽ പറയണു, എന്നാലും തദലമസിത സഖേ ദുസ്സജ തത്കഥാർത്ഥ, എന്നാലും ആ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ഞങ്ങൾക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. ആ ഭഗവാന്റെ കഥകളെ എങ്ങനെയാ ഞങ്ങൾ വിസ്മരിക്കുക? സാക്ഷാൽ വൈകുണ്ഠനാഥനായിരിക്കുന്ന ആ കണ്ണന്റെ, ശ്രീകൃഷ്ണന്റെ ചരിത്രം കേൾക്കുന്നത് ഒരു കാരണവശാലും ഒഴിവാക്കാൻ സാധിക്കില്ല. കാരണം ഭാഗവതത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്വാദു സ്വാദു പദേ പദേ. ദശമസ്കന്ധം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞല്ലോ, വാസുദേവ കഥ പ്രശ്ന പുരുഷാൻ ത്രീൻ പുനാദിഹി വക്രാരം പ്രച്ഛകം ശ്രോതൃം തത്പാദസലിലം യഥാ എന്ന്. അഘമനുഷിണിയായ ഗംഗാതീർത്ഥം പോലെ, വിഷ്ണുപതിയായ ഗംഗാതീർത്ഥം പോലെ ഭഗവാന്റെ കഥകളും കേൾക്കുന്നവനെയും പറയുന്നവനെയും ആസ്വദിക്കുന്നവനെയും പ്രേരകർത്താവിനെയും എല്ലാവരെയും ഒരേപോലെ ശുദ്ധീകരിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഭഗവാന്റെ കഥകളെ ഉപേക്ഷിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കണില്ല എന്നിങ്ങനെ ആ ഗോപികമാര് പറയാണ്. യദനു ചരിതലീലാകർണപീയൂഷവിപ്രുട് സകൃതനവിധൂതദ്വന്ദ്വധർമാ വിനഷ്ട സപതി ഗൃഹകുടുംബം നീരമുത്സൃജ്യദീന ബഹവ ഇവൈഹംഗ ഭിക്ഷുചര്യം ചരന്തി. ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ യാതൊരു ഗതിയുമില്ലാതെ ഭർത്താക്കന്മാരെയും സഹോദരന്മാരെയും മക്കളെയും ഗൃഹത്തിനെയും എല്ലാം ഉപേക്ഷിച്ച് വനചരികളായിട്ട് വൃന്ദാവനത്തിൽ തെണ്ടിത്തിരിഞ്ഞിങ്ങനെ നടക്കാനുള്ള കാരണം എന്താ? ഈ കണ്ണന്റെ കഥകൾ കേട്ടിട്ട് അതിൽ ആകൃഷ്ടരായി. കണ്ണന്റെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ, അല്പമെങ്കിലും കർണപുടത്തിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ സുഖം ദുഃഖം എന്നീ ദ്വൈതഭാവങ്ങളില്ല, ശൈത്യം ഉഷ്ണം എന്നീ ദ്വന്ദ്ഭാവങ്ങളില്ല, ശത്രു മിത്രം എന്ന ദ്വൈതഭാവങ്ങളില്ല, സന്തോഷ സന്താപങ്ങളില്ല, ശത്രുമിത്രങ്ങളില്ല, ദ്വന്ദ്ഭാവങ്ങളെല്ലാം നശിക്കുകയാണ്. പിന്നെ വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് നടക്കണു. അങ്ങനെ ധാരാളം പേരുണ്ട്. കുടുംബാംഗങ്ങൾ കഷ്ടത്തിലാവണു. അവനവൻ ഭിക്ഷാടനം ചെയ്ത് ഉപജീവനം കഴിക്കേണ്ട ഗതികേടിൽ ചെന്നെത്തണു. എന്ന് മാത്രമല്ല, പക്ഷികളെ പോലെ അങ്ങെങ്ങും അലഞ്ഞു നടന്ന് ഉപജീവനം കഴിക്കേണ്ടി വരുന്നു. ഇങ്ങനെ കണ്ണനെ വിശ്വസിച്ചത് കൊണ്ട് സർവസ്വവും നഷ്ടപ്പെട്ട് പക്ഷികളെ പോലെയും ഭിക്ഷുക്കളെ പോലെയും ഈ വനാന്തരങ്ങളിൽ അലഞ്ഞു നടക്കേണ്ട ഗതി ഞങ്ങൾക്ക് വരുന്നു എന്ന് ഗോപികമാര് പ്രത്യക്ഷമായിട്ട് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ സമാധി ഭാഷ മറ്റൊന്നാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉത്തമ ശ്ലോകനായിരിക്കുന്ന ഭഗവാന്റെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ പ്രവിഷ്ട കർണരന്ധ്രേണ സ്വാനാം ഭാവസരോരുഹം ധുനോതി ശമിലം കൃഷ്ണ സലിലസ് യഥാശരത്. ഭഗവാന്റെ ഉത്തമ ശ്ലോകനായിരിക്കുന്ന ഭഗവാന്റെ നാദബ്രഹ്മമാകുന്ന ആ നാമങ്ങള്, വൈഖരി ഒരു ഉപാസകന്റെ കർണപുടങ്ങളിലൂടെ ഹൃദയപത്മത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സകല ഭാവങ്ങളും സകല ദ്വന്ദ്ഭാവങ്ങളും ഇല്ലാതായിട്ട്, മനോമാലിന്യങ്ങൾ ഇല്ലാതായിട്ട് അവൻ ഒരു പരമഹംസന്റെ ഗതിയിലെത്തണു. അവിടെ വീടും കുടുംബാംഗങ്ങളും ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ സർവസംഗപരിത്യാഗിയായി തീരണു എന്നർത്ഥം. അവൻ നിസ്സംഗനായി തീരണു, നിർവികാരനായി തീരണു, നിർഗുണനായി തീരണു, നിശ്ചേഷ്ടനായി തീരണു, നിഷ്ക്രിയനായി തീരണു എന്നർത്ഥം. ഇങ്ങനെ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ സംസാരിയായ ഒരു ജീവാത്മാവ് വിഷയങ്ങളെയെല്ലാം വെടിഞ്ഞ് പരമഹംസന്മാരുടെ ആ ഉന്നതമായ നിലയിലേക്ക് ഉയരണു എന്നർത്ഥം. അവിടെ പക്ഷികളെ പോലെ പറന്നു നടക്കണു എന്ന് പറയണത്, പക്ഷികളെന്ന് പറഞ്ഞാൽ ചിറകുകളുള്ളവരാണ്. അപ്പൊ യഥാർത്ഥ സംസാരിയായ ഒരു ജീവന് ജ്ഞാനവൈരാഗ്യങ്ങളായ ചിറക് മുളയ്ക്കണു എന്നർത്ഥം. അവിടെ ഭിക്ഷുക്കൾ എന്ന് പറഞ്ഞത് സർവസംഗപരിത്യാഗികൾ, നിസ്സംഗര് എന്നർത്ഥം. പക്ഷികൾ എന്നുള്ളതിൻ്റെ സമാധി ഭാഷ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന ചിറകുകൾ മുളച്ച് ബ്രഹ്മജ്ഞാനത്തിലേക്ക്, വിഹായസിലേക്ക് പറന്നുയരണു എന്ന്.
അപ്പോൾ വിഹംഗ ശബ്ദം എന്നത് ആ ഭക്തിയുടെ ഉച്ചകോടിയെ ധ്വനിപ്പിക്കുകയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാന്റെ കഥാമൃതത്തിനെ ശ്രവണം ചെയ്തു കഴിഞ്ഞാൽ ദ്വന്ദ്വവിമുക്തരായിട്ട്, വിഷയങ്ങളിൽ നിന്ന് മോചിതരായിട്ട്, സകല ബന്ധങ്ങളിൽ നിന്നും വിമുക്തരായിട്ട് പരമഹംസ പദവിയിലുള്ള ഭിക്ഷുക്കളുടെ ഭാവത്തിനെ പ്രാപിക്കണോ എന്നർത്ഥം. അവിനഷ്ട എന്ന് ഛേദം ചെയ്താൽ ഈ ആധ്യാത്മികമായ അർത്ഥലബ്ധി. അവർക്കൊന്നും നഷ്ടപ്പെടണില്ല എന്ന് മാത്രമല്ല, വമ്പിച്ച ജന്മസാഫല്യാണ് അവരുടെ സമ്പാദ്യം എന്നർത്ഥം. അപ്പോൾ ഭഗവാന്റെ ആ നാമസങ്കീർത്തനങ്ങൾ കൊണ്ട് ഒരു ജീവാത്മാവ് പരമഹംസഗതിയെ പ്രാപിക്കണു എന്നുള്ള ആന്തരാർത്ഥമാണ്, സമാധി ഭാഷയാണ് ഗോപികമാര് ഇവിടെ പറയണത്. അവർ പരാതി തുടരണു. വേടന്റെ സ്വാധീനത്തിൽ അകപ്പെട്ട മാൻപേടകളെ പോലെ ഞങ്ങൾ കാപട്യം നിറഞ്ഞ ആ കൃഷ്ണവാക്യം ഭഗവാന്റെ ആ വാചാലതയിൽ മയങ്ങി അവന്റെ വാക്കുകൾ സത്യമാണെന്ന് കരുതിക്കൊണ്ട് അപകടത്തിൽ ചാടി. അങ്ങേര് ആ കണ്ണന്റെ നഖക്ഷതമേറ്റ് ആലിംഗന സ്പർശനാദികളെല്ലാം കൊണ്ട് പാരവശ്യം കൂടിക്കൂടി വന്ന ഞങ്ങൾക്ക് ആ കണ്ണന്റെ കഥകൾ കേൾക്കണ്ട. വീണ്ടും ആ കാമപാരവശ്യം, ഞങ്ങളുടെ വിരഹ ദുഃഖം വർദ്ധിപ്പിക്കാനായിട്ടല്ലേ വണ്ടേ നീ വരണത്? അങ്ങനെയുള്ള ആ വേടന്റെ സ്വാധീനത്തിൽ അകപ്പെട്ട മാൻപേടകൾ വേടന്റെ ആ കുഴലിന്റെ ശബ്ദം കേട്ട് വലയിൽ അകപ്പെടുന്നത് പോലെ ഞങ്ങൾ അകപ്പെട്ടു. ഏകാദശ സ്കന്ധത്തിൽ 24 ഗുരുക്കന്മാരെ പറ്റി പറയുമ്പോൾ മാൻപേടയെ പറ്റി പറയും. ശ്രവണേന്ദ്രിയത്തിനെ നിയന്ത്രിക്കൂ, ഗ്രാമ്യഗീതം ന ശൃണുയാൽ. ഗ്രാമ്യമായ വേടന്റെ ഗ്രാമ്യമായ സംഗീതം കേട്ട് നിശ്ചലരായിട്ട് നിന്ന് വേടന്റെ വലയിൽപ്പെട്ട് നശിക്കുന്ന മാൻപേടയെ പോലെ ആയി തീരരുത്, ശ്രവണേന്ദ്രിയത്തിനെ നിയന്ത്രിക്കൂ എന്ന് അവിടെ പറയും. ഇവിടെ അത് ഉദാഹരിച്ചുകൊണ്ട് പറയണു ഗോപികമാര്, ഗ്രാമ്യഗീതം ന ശൃണുയാൽ. ആ കണ്ണന്റെ മധുരമായ വാക്കുകൾ കേട്ട് ഞങ്ങൾ മയങ്ങിപ്പോയി. അവന്റെ സ്പർശനം കൊണ്ട്, ആലിംഗനാദി പ്രവൃത്തികൾ കൊണ്ട്, സാമീപ്യം കൊണ്ട് ഞങ്ങൾ മയങ്ങിപ്പോയി. ഇപ്പൊ കൂടുതൽ കാമപരവശകളായി തീർന്നു, അത്യന്തം തീവ്ര വിരഹദുഃഖിതകളായി തീർന്നു. അതുകൊണ്ട് ഞങ്ങൾക്കിനി കേൾക്കണ്ട. ദൂതനായിട്ടുള്ള അങ്ങേക്ക് ഇനി വല്ലതും പറയാനുണ്ടെങ്കിൽ അത് മറ്റത് പറഞ്ഞാൽ മതി. അല്ലാതെ ഈ കൃഷ്ണന്റെ കഥകള് ഞങ്ങളുടെ വിരഹ ദുഃഖത്തിന് തീവ്രതയേകുണു, ഞങ്ങളുടെ ദുഃഖം വർദ്ധിപ്പിക്കുകയേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് കേൾക്കണ്ട. ആ വണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു വന്ന് വീണ്ടും ഗോപികയുടെ സമീപത്ത് എത്തി എന്ന് ഗോപിക സങ്കല്പിക്കുകയാണ്. അതായത് ഈ ഗോപികമാരുടെ ഈ പരിദേവനം കേട്ടുകൊണ്ട്, ഈ പരാതി കേട്ടുകൊണ്ട് ഉദ്ധവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ് എന്ന് ആചാര്യന്മാർ പറയണു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിയിട്ട് ഉദ്ധവൻ മടങ്ങി വന്നപ്പോ ഇത് ഈ പറഞ്ഞതെല്ലാം കൃഷ്ണനോട് അറിയിച്ചിട്ട് ആ വണ്ട് മറുസന്ദേശം കൊണ്ട് വന്നതാണ് എന്ന് സങ്കല്പിച്ച് ആ ഗോപിക പറയണു, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായ പ്രാണപ്രിയനായിരിക്കുന്ന ആ ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ആ ഔത്സുക്യത്തോടെ സൗമ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടർന്നത്. പ്രിയസഖ പുനരാഗ പ്രേയസ പ്രേഷിത കിം എന്ന് പറഞ്ഞ് ആ 4ാമത്തെ ഭാഗത്തിൽ സൗമ്യ എന്ന് സംബോധന ചെയ്യണു. ഞങ്ങൾക്ക് അങ്ങ് ആദരണീയനാണ്. ഭഗവാന്റെ ആ ദൂതനായിട്ട് ഇവിടെ വന്ന അങ്ങക്ക് എന്താണ് ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ. ആ ലക്ഷ്മി വല്ലഭനായിരിക്കുന്ന ഭഗവാന്റെ അടുത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ടാണോ അങ്ങ് വന്നത്? എങ്കിൽ അത് സാമീപ്യമുക്തിയാവും. നേരത്തെ അക്രൂരൻ എന്ന് പറഞ്ഞ ഒരാള് അതിക്രൂരൻ എന്ന് നിങ്ങൾ പേരിട്ടു, കണ്ണനെ കൊണ്ടുപോയി. ആ ദുഃഖം തീർക്കാനായിട്ട് കണ്ണന്റെ അടുത്തേക്ക് ഞങ്ങളെയും കൊണ്ടുപോകാനായിട്ടാണോ ഹേ ദൂത അങ്ങ് വന്നത്? എങ്കിൽ വീണ്ടും വന്നത് ഞങ്ങളുടെ ദൈന്യം അദ്ദേഹത്തിനെ ധരിപ്പിച്ച് ഞങ്ങളെ കൂടെ കൊണ്ടുപോകാനായിട്ടാണോ, ഞങ്ങളുടെ ഇംഗിതം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കണു ആ ഗോപികമാര്. ഇങ്ങനെ ലോകരീതിയിൽ ക്ഷേമാന്വേഷണം നടത്തി ഒടുവിൽ ആ 21ാമത്തെ ശ്ലോകത്തിൽ ഈശ്വരബുദ്ധിയ ആ ഗോപികമാര് ആ സ്തുതി ഉപസംഹരിക്കുകയാണ്, അല്ലെങ്കിൽ ആ വിലാപം ഉപസംഹരിക്കണു. ഹേ സൗമ്യനായ ദൂത, ആ പരമപൂജ്യനായിരിക്കുന്ന
ശ്രേഷ്ഠനായിരിക്കുന്ന നന്ദഗോപരുടെ പുത്രനായ കണ്ണൻ ഗുരുകുലവാസമെല്ലാം കഴിഞ്ഞ് മധുരയിൽ സുഖമായിട്ട് വസിക്കുകയല്ലേ. ആദ്യം കുറെ കണ്ണു പൊട്ട ചീത്ത പറഞ്ഞു ഭഗവാന്. പിന്നെ അങ്ങനെ ഉള്ളിലുള്ള തീവ്രമായ വിരഹവേദന പുറത്തേക്ക് കപട ദേഷ്യമായിട്ട് കപട കോപമായിട്ട് ബഹിസ്ഫുരിച്ചു. നമ്മുടെ സാധാരണ ജീവിതത്തിൽ പറയുന്ന പോലെ പ്രഷർ കുക്കറിൽ ശക്തമായിട്ടുള്ള പ്രഷർ വരുമ്പോൾ ആ വിസിൽ പൊങ്ങിയിട്ട് ധാരാളം പ്രഷർ പുറത്തേക്ക് പോയിട്ട് ആ സമ്മർദ്ദം കുറയുന്നത് പോലെ ഒരാളുടെ കുറേയധികം തൻ്റെ മാനസിക സമ്മർദ്ദം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, കുറേയധികം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനൊരു ആശ്വാസം എന്ന്. ഇങ്ങനെ ഉള്ളിൽ തിങ്ങി നിൽക്കുന്ന വിരഹവേദന കൃത്രിമ കോപമായിട്ട് പുറത്തേക്ക് കുറേയധികം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഗോപികമാരുടെ മനസ്സ് ശുദ്ധമായി, ആശ്വാസമായി. അവരെന്നിട്ട് സൗമ്യമായിട്ട് ഉദ്ധവനോട് ചോദിക്കണു, മധുരയിൽ ഞങ്ങളുടെ കണ്ണന് സുഖമല്ലേ? അദ്ദേഹം മാതാപിതാക്കളായ നന്ദഗോപരെയും യശോദയെയും ഓർക്കണില്ലേ? ഈ വൃന്ദാവനത്തിനെയും ഗോപികമാരെയും ഗോപന്മാരെയും ഓർക്കണില്ലേ? ചിലപ്പോഴെങ്കിലും ദാസികളായ ഞങ്ങളെപ്പറ്റി വല്ലതും പറയാറുണ്ടോ? അദ്ദേഹം എന്നാ ഇവിടെ വരിക? ഞങ്ങളുടെ കണ്ണൻ, ഞങ്ങൾക്ക് എന്നാ കണ്ണനെ ഒന്ന് കാണാൻ സാധിക്കുക? ആ മനോഹരമായ കരപങ്കജങ്ങൾ എന്നാണ് ഞങ്ങളുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുക? എന്നിങ്ങനെ പിന്നീട് ആ തീവ്രമായി വിരഹ ദുഃഖത്തിൻ്റെ ബഹിസ്ഫുരണമായിട്ട് കൃത്രിമ കോപം വന്ന് തെല്ല് ആശ്വാസം വന്നപ്പോൾ അവർ സൗമ്യമായിട്ട് ചോദിക്കണു, ഭഗവാനെയും ആ വണ്ടിൻ്റെ രൂപത്തിലുള്ള ഉദ്ധവനെയും അല്ലെങ്കിൽ ഉദ്ധവ രൂപത്തിലുള്ള വണ്ടിനെയും കണക്കിലേറെ ശകാരിച്ചിട്ടും ഒന്നും മറുത്തു പറയാത്തത് കൊണ്ട് സൗമ്യ എന്ന വിശേഷണം പറയണു. എന്നിട്ട് അവർ ആ ഭഗവാന്റെ ക്ഷേമാന്വേഷണങ്ങളെ പറയണു. ആദ്യം തന്നെ ആ കൃഷ്ണന്റെ ദൂതന്, അത് വണ്ടായാലും ഉദ്ധവനായാലും, സ്വാഗതമരുളിയിട്ട് കുശലപ്രശ്നങ്ങൾ നടത്തിയിട്ട് ഭഗവാന്റെ ക്ഷേമാന്വേഷണം ആരായിരുന്നു ആദ്യം വേണ്ടത്, സാമാന്യ മര്യാദ. അതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, കിതവ എന്ന സംബോധനയോടെ ആദ്യം കുറെ പരിഭവങ്ങളുടെ പരമ്പരയാണ് അവതരിപ്പിച്ചത്. ഇത് സൂചിപ്പിക്കുന്നത് ഗോപികമാരുടെ തീവ്രമായിട്ടുള്ള വിരഹവേദനയാണ്, ഭഗവാന്റെ പാദപത്മങ്ങളിലുള്ള പരമപ്രേമത്തിനെയാണ്. ഇങ്ങനെ ആ വിരഹ തീവ്രത ദുഃഖം കുറഞ്ഞപ്പോൾ ഭഗവാൻ ഞങ്ങളുടേതാണെന്ന് തന്നെ അവർക്ക് മനസ്സിലായപ്പോൾ അവർ സമനില കൈവരിച്ചു. പിന്നീടാണ് ഉദ്ധവനോട് പറയാനായിട്ട് തുടങ്ങിയത്. ഇങ്ങനെ ഈ ഭ്രമരഗീതത്തിൽ 10 ശ്ലോകത്തിലായിട്ട് പ്രതിഫലിക്കുന്നത് ഗോപികമാരുടെ അത്യുദാത്തമായിരിക്കുന്ന പ്രേമഭക്തിയാണ്. സാത്തു അസ്മിൻ പരമപ്രേമരൂപ. ഈ ഒരു 10 ശ്ലോകത്തിൽ നിന്ന് ഉദ്ധവൻ ആ ഭക്തിയുടെ ഉപരിപാഠങ്ങൾ പഠിക്കാനായിട്ട് സാധിച്ചു. ഉദ്ധവനെ അത് അത്ഭുത പരതന്ത്രനാക്കി. നിശ്ചലനായി പോയി ഉദ്ധവൻ. ഭഗവാന്റെ സന്ദേശം ഈ ഗോപികമാരെ ഗ്രഹിപ്പിച്ച് അവരെ ആശ്വസിപ്പിക്കുകയാണ് തൻ്റെ കർത്തവ്യം എന്ന് മനസ്സിലായി. ഭഗവാന്റെ തൃപാദങ്ങളിൽ പരമപ്രേമ സ്വരൂപിണികളായിരിക്കുന്ന ഈ ഗോപികമാരെ ആശ്വസിപ്പിക്കാൻ മാത്രമുള്ള അർഹത, യോഗ്യത തനിക്കുണ്ടോ എന്ന് ഉദ്ധവന് സംശയമായി. എന്നാലും ഭഗവാന്റെ ദൂതനല്ലേ, ഭഗവാൻ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഗോപികമാരുടെ അടുത്തേക്ക് തന്നെ പറഞ്ഞു വിട്ടത് എന്ന് ഉദ്ധവന് മനസ്സിലായി. എന്നാലും ആ ഗോപികമാരെ സമാധാനിപ്പിക്കണം, ഭഗവാന്റെ സന്ദേശം അറിയിക്കണം, അവരുടെ ഉള്ളിലുള്ള തീക്കനലിനെ കൂടുതലായിട്ട് ഉജ്ജ്വലിപ്പിക്കണം എന്ന് കരുതിയിട്ട് ഗോപികമാരെ സമാധാനിപ്പിക്കാൻ തുടങ്ങണു. ഭഗവാന്റെ സന്ദേശം പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ ഗോപികമാരെ സമാധാനിപ്പിക്കാൻ തുടങ്ങുകയാണ് ഉദ്ധവര്.